ഹായ് 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 എൻ്റെ അടുത്ത ബ്ലോഗാണ്. നിങ്ങൾ വിചാരിക്കും അടുത്ത ബ്ലോഗിലും വന്നല്ലോ. തീർച്ചയായും അടുത്ത ബ്ലോഗിൽ വന്ന് ഇനി ഞാൻ തുടരെ വരുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ട്രിവാൻഡ്രത്തുണ്ടായിട്ടും ഞാൻ ഈ വർക്കല ബീച്ചോ ഇതൊന്നും ഞാനും കണ്ടിട്ടില്ല. ഇപ്പം എന്തെങ്കിലും ഒരു ആവശ്യം, ഇപ്പം നമ്മുടെ ഈ മരിക്കുന്ന സമയത്ത് അസ്ഥി ഒഴുക്കാൻ വരും, പക്ഷെ അത് ഈ സൈഡല്ല, അത് വേറെ സൈഡാണ്. പക്ഷെ ഇങ്ങോട്ടൊന്നും ഞാനും വന്നിട്ടില്ല. അപ്പോൾ ഒന്ന് വൈകുന്നേരം ആകുമ്പോൾ ഒന്ന് ചില്ലാവാന്ന് വെച്ച്. അപ്പം എന്നോടൊപ്പം തന്നെ നിങ്ങൾക്കും ഇതിൻ്റെ ഒരു പ്രകൃതി ഭംഗി, എല്ലാവരും ചിലപ്പോൾ ഇത് എടുത്ത് കാണും, നിങ്ങളിത് കണ്ടു കാണും, പക്ഷെ ഓരോരുത്തരും എടുക്കുന്ന ഒരു വ്യൂ ഒക്കെ വേറെ രീതിയായിരിക്കുമല്ലോ. അപ്പം നമുക്കത് കാണാം. അതിന് മുന്നേ ഞാൻ നിങ്ങളോട് പറയണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളിത് കാണുകയും വേണം. സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം കാര്യമില്ല, നിങ്ങളിത് കാണണം, ലൈക്ക് അടിക്കണം, കമൻസ് അത് നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. എന്ത് കമൻസ് ആയാലും അത് ഞാൻ സ്വീകരിക്കും. അപ്പം ഐ ലവ് യു. നമുക്ക് കാണാം. അപ്പം നമുക്ക് ബീച്ചിലേക്ക് പോവുകയാണ്. ഇനി ബാക്കി അവിടെ നമുക്ക് നോക്കാം. ബീച്ച് ഇപ്പോൾ ശാന്തമായി കിടക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും മനുഷ്യരുടെ ഒരു ശാന്തതയുണ്ടല്ലോ, ആ ശാന്തതയായിട്ട് കിടക്കുകയാണ്. ഇപ്പോൾ പ്രകൃതി നല്ല ഭംഗിയായി കിടക്കണേ. ഇന്നലെ ഇവിടെ ഭയങ്കര മഴയായിരുന്നു, ഇടി മിന്നൽ മഴ, സൂപ്പർ മഴയായിരുന്നു. പക്ഷെ ഇന്ന് ആ മഴയില്ല. ആ മഴ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്രാവശ്യം ഞാൻ മഴയത്തൊരു ഡാൻസ് കളിച്ചിട്ടില്ല. കാരണം മഴയോട് എനിക്ക് ഭയങ്കര പ്രണയമാണ്. അതേപോലെ കടലിനോടും ഭയങ്കര പ്രണയവുമാണ്. നമുക്കൊന്ന് പോവാം അങ്ങോട്ടത്തേക്ക്. ബാ. വേറെ ഒന്നുമില്ല, കണ്ടില്ലേ ചവറ് കിടക്കണുണ്ടില്ലേ. നമ്മുടെ ഇത്രയും നല്ലൊരു ബീച്ച്, ദൈവത്തിൻ്റെ സ്വന്തം നാട്, കണ്ടില്ലേ പ്ലാസ്റ്റിക് ഇട്ടിരിക്കണത്. എന്നിട്ടാണ് നവകേരള മുക്തം എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കൊണ്ട് അവർ ചെയ്യിപ്പിച്ചത്. അതിലൊന്നും കാര്യമില്ല. നമ്മളെന്തായാലും പഴയ മണിച്ചിത്ര താഴ് പോലെ നമുക്ക് ഇടനാഴികൾ കൂടെ പോകാം. ഹായ് ഹായ്, നല്ല രസമുണ്ട്. അപ്പം നമുക്ക് പോകാം. ബാ. വാ, സൂപ്പർ. എന്ത് രസം ഇത്. ഇത്രയും നാൾ ഞാൻ എവിടെ പോയിരുന്നു? എൻ്റെ സ്വന്തം നാട്ടിൽ ഇത്രയും നല്ലൊരു വൈബ് ഉണ്ടായിട്ടാണ് ഞാൻ എവിടെയൊക്കെ പോയി വൈബ് തേടി പോയത്. സൂപ്പർ സൂപ്പർ സൂപ്പർ. പക്ഷെ വളരെ ഡേഞ്ചറാണ്, സൂക്ഷിച്ചില്ലെങ്കിൽ പല്ലും മുഖവും പോകും. സീസണിൻ്റെ ഷൂട്ട് ഇവിടെ ആയിരുന്നോ എന്തോ നടന്നത്, എനിക്കറിയില്ല. ലാലേട്ടൻ്റെ ആവാൻ വഴിയില്ല. ഓ, ഭയങ്കര ഡേഞ്ചർ കേട്ടോ. ചുമ്മാ കുഞ്ഞ് കയറാൻ എന്ത് പ്രയാസപ്പെട്ടു. പക്ഷെ ഇതൊക്കെ ഗവൺമെൻറ്റിന് നല്ല രീതിയിൽ നല്ല പടിക്കെട്ട് കെട്ടി നല്ല രീതിയിൽ ഇത് ഒരു വൈബ് ഉണ്ടാക്കാമായിരുന്നു. ഈ കാടൊക്കെ മാറ്റിയിട്ട്. എന്താണ്, ഏത് ഗവൺമെൻറ് വന്നിട്ടും കാര്യമില്ല. കേരളത്തിൽ ഇത്രയും മനോഹരമായ സ്ഥലം ഉണ്ടായിട്ടും നമ്മുടെ ആൾക്കാർ ഇതൊന്നും ശ്രദ്ധിക്കാത്ത എന്താണെന്ന് എനിക്കറിയില്ല. ഞാനൊന്നും നെഗറ്റീവായിട്ട് പറയുന്നല്ല. നമ്മുടെ സ്വന്തം നാട് കേരളത്തിൽ ഇത്രയും നല്ലൊരു ഭംഗിയുള്ളപ്പം സത്യം ഇത് വല്ലൊരു വിദേശികളോടോ വേറെ വല്ല ആൾക്കാരുടെ കൈ കിട്ടുകയാണെങ്കിൽ ഇത് നല്ല റേഞ്ചിൽ പോയാണ്. സൂപ്പർ. എന്തോരം ആളല്ലേ. ഇപ്പം എല്ലാവരും ഇങ്ങോട്ടാണെന്ന് തോന്നുന്നു വരുന്നത്. ഭയങ്കര രസം, ഒരു രക്ഷയില്ല കേട്ടോ. അതുകൊണ്ട് അവിടെയൊക്കെ ഞാൻ ആക്ച്വലി വടകര പോയപ്പോൾ ഇതേപോലൊരു സ്ഥലത്ത് പോയി, പക്ഷെ അത് ബീച്ചല്ലായിരുന്നു. പക്ഷെ അതിനേയും കാട്ടി സൂപ്പർ സ്ഥലമാണ് ഇത്. എല്ലാം മറാഠികളൊക്കെ ഉണ്ട്, തെലുങ്കുരു. അപ്പോൾ എന്ത് രസമല്ലേ. പക്ഷെ വെയിലുണ്ടെങ്കിൽ ഈ വെയിൽ ഭയങ്കര നല്ലൊരു വൈബുള്ള വെയിലാണ്, ചൂടില്ല, ഒരു തണുത്ത കാറ്റാണ് ഈ സമയത്തുള്ളത്. പക്ഷെ ഞാൻ ഭയങ്കര ഹാപ്പിയായി. കാണാൻ ഞാൻ വന്നിട്ടില്ല ശരിക്കും, ഒരു രക്ഷയില്ല. ശരിക്കും ഒരു രക്ഷയില്ലെന്ന്, ഒരു രക്ഷയില്ല. കഴിയില്ല കണ്ടതാണ്ട്. എൻ്റെ കയ്യിലൊരു വാവ, നല്ല വാവ, നോർത്ത് ഇന്ത്യൻ വാവയാണ്. ഈ കച്ചവടം ചെയ്യുന്ന ചേച്ചിയുടെ മോനാണ്. ഏ ബഹൻ തും
ബേബിയുടെ നെയിം നാം ബിബേത്ത് 1 month 1 2 ഓക്കെ 2 വയസ്സായി ഈ കുഞ്ഞു വാവയ്ക്ക്. ഒച്ചൂടോ പേടി വരുന്നോ? ഒച്ചൂടോ വേണ്ടേ നല്ലൊരു വാവ. ഹായ് 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 ഹായ്. അയ്യോ വേണ്ട, പേടി. ഞാൻ ആക്ച്വലി ഈ ബീച്ചിൽ ആദ്യമായിട്ടാണ് വരുന്നത്. ഞാൻ ഈ ബീച്ച് കണ്ടിട്ടുമില്ല ഇത്രയും വർഷമായിട്ട്. ഇവിടെ അങ്ങനെ ഒരു ഷൂട്ടൊന്നും നടന്നിട്ടില്ല. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് രസമായി. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈം വന്നുകൊണ്ടായിരിക്കാം എനിക്ക് ഭയങ്കര ഒരു വൈബായിട്ട് തോന്നി. വെക്കേഷനൊക്കെ ആയതുകൊണ്ടായിരിക്കും ഇവിടെ നിറയെ ആളുകളുണ്ട്. പക്ഷെ മലയാളികളല്ല അധികവും നോർത്ത് ഇന്ത്യൻസും തമിഴ്സും തെലുങ്കും കാണും. പിന്നെ എനിക്ക് മനസ്സിലാവാത്തൊരു ഭാഷയിലുള്ള 2-3 പേരെ ഞാൻ പരിചയപ്പെട്ടു. അത് ആരാണെന്ന് എനിക്കൊരു പിടിയുമില്ല. കേരളത്തിൻ്റെ പുറത്തുള്ളവർ ഇത് കാണാൻ വരുന്നത്. കേരളത്തിൻ്റെ അകത്ത് ട്രിവാൻഡ്രത്ത് കിടക്കുന്ന ഞാൻ ആദ്യമായിട്ടാണ്. അല്ലെങ്കിലും മുറ്റത്ത് മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്ന മാതിരിയാണ് നമ്മുടെ പല സംഗതികളും. കാരണം എനിക്കറിയില്ല, ഞാൻ പല സ്ഥലങ്ങളും കണ്ടിട്ടില്ല. അപ്പോൾ എൻ്റെ ബ്ലോഗ് വഴി ഞാൻ നിങ്ങളൊപ്പം തന്നെ ഞാനും ഇങ്ങനത്തെ സ്ഥലങ്ങൾ കാണുകയാണ്. എനിക്ക് തോന്നുന്നു നിങ്ങളൊക്കെ ഇത് കണ്ടു കാണും, ഉറപ്പാണ്. ഞാനായിരിക്കും കാണാത്തത്. എന്തായാലും നമുക്ക് ചില്ല് ചെയ്യാം. ബാ. യോ 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 അപ്പോൾ ഹായ്. ഇന്ന് ശരിക്കും ഞങ്ങൾ ഒരു ബ്ലോഗ് എടുക്കാനൊന്നും ഒരു ആലോചന ഇല്ലായിരുന്നു. ശരിക്കും ഒരു പ്രൊമോഷൻ്റെ ഒരു വീഡിയോ ആയിരുന്നു. പ്രൊമോഷൻ്റെ വീഡിയോ വന്നപ്പോൾ പെട്ടെന്ന് തോന്നിയതാണ് നമുക്കൊന്ന് പോയി ചില്ലാവും. കുറേ ദിവസങ്ങളെ ഷൂട്ടും പ്രോഗ്രാംസും ഇങ്ങനെ എറണാകുളം യാത്രയും ട്രിവാൻഡ്രം ആയപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ അതിൽ നിന്നൊന്ന് റിലാക്സ് ആവാൻ അടുത്ത പ്രോജക്റ്റിലേക്ക് കടക്കാൻ നേരത്ത് നമുക്ക് കുറച്ച് ചില്ലാവുമ്പം നമുക്ക് അതേ വൈബുള്ള നമുക്കൊരു ടീമും കൂടി കിട്ടുമ്പോൾ ഭയങ്കര ചില്ലാവും. അപ്പോൾ അതിന് വേണ്ടിയാണ് ശരിക്കും ഇത് ഇൻസ്റ്റാഗ്രാമിലുള്ള റീൽസും ഫോട്ടോസും മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷെ വരും ഞങ്ങൾ കൂടെ ഇതേപോലത്തെ ബോറടിപ്പിക്കാനും ഞങ്ങൾ വരും. ആ ബോറടി ഇഷ്ടമാണെങ്കിൽ എന്നെ സഹിച്ചേ പറ്റ്. അപ്പോൾ ഓക്കെ, ബൈ. അടുത്തൊരു കണ്ടൻ്റായിട്ട് വരുന്നത് വരെ, അല്ലെങ്കിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ജസ്റ്റ് ഒന്ന് ബ്രേക്ക്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? അത് സബ്സ്ക്രൈബും ചെയ്യും, ലൈക്കും അടിക്കും, മെസ്സേജ് അത് ഞാൻ എപ്പോഴും പറയണ മാതിരി നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് ഉള്ളതുപോലെ മെസ്സേജ് അയച്ച്. അപ്പം ഐ ലവ് യു സോ മച്ച്.